ഗൈസ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വസായി ഫോർട്ടിലാണ്. പ്രേതബാധയിലൊരു ഫോർട്ട്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് പോർച്ചുഗീസുകാർ പണിത പള്ളിയിലോട്ടാട്ടോ. പള്ളി പോർച്ചുഗീസുകാർ പണിയതാണ്, പക്ഷെ ബ്രിട്ടീഷുകാർ വന്നതോടെ ഇത് പൊളിച്ചളഞ്ഞു. അതാണ് ഈ പള്ളി ഈ അവസ്ഥയിൽ. 400 കൊല്ലത്തോളം പഴക്കമുണ്ട്. 1670 കാലഘട്ടത്തിലാണ് പോർച്ചുഗീസുകാർ ഇത് പണിതത്. അടുത്തത് ഗൈസ് നമ്മൾ കിണറിലോട്ടാണ് പോകുന്നത്. എന്ത് കിണർ? വെള്ളക്കിണറാണ്. എന്ത് കിണറാണെന്നോടാ ഗൈസ് എൻ്റെ ഒരു സസ്പെക്ട് കുറേ ആൾക്കാരെ കൊന്നിട്ട് തള്ളൊരു കിണറാണെന്നാണ് എൻ്റെ ഒരു സസ്പെക്ട്. ഓക്കെ, അത് സംഭവം മണമുണ്ടല്ലോ ഇവിടെ. ഡെഡ് ബോഡീസിന് സ്മെല്ല്. അല്ലാതെ അത് അവളാണ് കുളിക്കാൻ. ഇപ്പൊ നാളെ വ്ളോഗിൽ സ്മെല്ല് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇപ്പൊ കൂടെ പുറത്തുനിന്ന് വന്ന ആളുടെ സ്മെല്ലാട്ടോ. നല്ല അടിപൊളി സ്പ്രേ ഒക്കെ അടിച്ചിട്ട് വന്നിട്ട്. അതെ അതെ, ബ്രാൻഡഡാ. ഇവിടെ ഒരു സ്പൈറൽ ഉണ്ട്, പണ്ട് വാച്ച് ടവർ പോലെ. ആരെങ്കിലും കടൽ വഴി വരണയാണെങ്കിൽ അവിടെ ഏറ്റവും ആദ്യം കാണാൻ പറ്റും ആരാ വരണ. അപ്പൊ അവർ അലാം അടിക്കും അതിനുള്ള. ഈ സ്ഥലത്ത് രാവിലെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹൊറർ വൈബ് ഒന്നും ഉണ്ടാവില്ല. ബട്ട് ദ കൺസ്ട്രക്ഷൻ ഇസ് മറ്റേ വിൻറ്റേജ് ലുക്കാണെല്ലാം. എല്ലാം മരമൊക്കെ പിടിച്ച് ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്നൊരു ഫ്രെയിം കിട്ടും നമുക്കിവിടെ. പക്ഷേ രാത്രി വന്നു കഴിഞ്ഞാൽ പേടിച്ച് നമ്മൾ പോകും. ഞങ്ങളിപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള അവരവിടെ കാറിന് ഓടിക്കുന്നത്. ഇത് ഈ ഒരു സ്ഥലം ഇത്തിരി ഭയങ്കര സ്ട്രെയിഞ്ചാണ് അല്ലേ? ഇറ്റ്സ് സംതിങ് ഫിഷി. കരിക്കുന്ന സീരീസ് അല്ല, സംതിങ് ഫിഷി അബൌട്ട് ദിസ് പ്ലേസ്. ഒരു നെഗറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. അതും പറഞ്ഞ് നമുക്ക് പ്രേതത്തിനെ കാണാനൊന്നും പറ്റുന്നില്ല, ബട്ട് വി ഡു ഫീൽ. ചില പ്ലേസസ് അങ്ങനെയാണ്. ഒരു മിനിറ്റ് ഫ്ലാഷ് ഓൺ ആകട്ടെ. ചില പ്ലേസസ് അങ്ങനെയാണ്. ഇപ്പം നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല, ബട്ട് ദർ വിൽ ബി സംതിങ്. ഗൈസ്, ഇന്ന് അപ്പേൻ്റെ അമ്മാവൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോണേണ്? 50th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആൻഡ് നമ്മളുടെ സച്ചിക്കുട്ടൻ്റെ റിസൾട്ട് സെലിബ്രേഷൻ. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ പോണേ. ലെറ്റ്സ് ജോയിൻ us. ട്രാക്ക് മാറ്റി. ഏത് മൂട്? ശേഷം നല്ല അടിപൊളി ഒരു പാർട്ടി നമ്മൾ അടിപൊളി ഡാൻസ് വണ്ടി പോകുന്നത് അല്ലേ? യെസ്. അപ്പം ഇനി നമ്മൾ ഹോട്ടലിലോട്ട് പോകാൻ പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഫുഡടി അങ്ങനെ കുറച്ച് പരിപാടി. ഞങ്ങളിപ്പോൾ ഇവിടെ കുപ്പം പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് അടിക്കാൻ. പിന്നെ ഇവിടെ സ്പെഷ്യാലിറ്റി സീ ഫുഡാണ്. വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
മെനു നമുക്ക് മൊത്തം മെനു ഓർഡർ ചെയ്യാം. എന്റെ ബർത്ത്ഡേ പാർട്ടി അല്ലേ? അല്ല ബർത്ത്ഡേ പാർട്ടി അല്ല, സ്പെഷ്യൽ ഡേ പാർട്ടി. ഞാനറിഞ്ഞില്ലല്ലേ. ഇതിങ്ങനെ സ്പൂൺ പറഞ്ഞ സാധനം ജസ്റ്റ് ഇങ്ങനെ ഡിപ്പ് അപ്പിക്ക് സൂപ്പ് വരും അല്ലാതെ വെറുതെ വായിലോട്ടിട്ടാണ് ഈ സാധനം എന്താ ഇപ്പൊ ഇത്? നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് കുറവാണെങ്കിൽ ഇത് വെച്ച് വയർ നടക്കുക സംഭവം അറിഞ്ഞൂടെ? ഞങ്ങള് മര്യാദക്ക് പറഞ്ഞില്ലേ ക്ലാസിക് വല്ല ഓർഡർ ചെയ്യാൻ. നല്ല ക്ലാസിക് ടേസ്റ്റ് ആണ്. ആ ക്ലാസിക് ടേസ്റ്റ് എങ്ങനെയുണ്ട് ചുബട്ട? അത് ഷോ അബദ്ധമായി പോയി. അതെ അബദ്ധമായി പോയി. മര്യാദക്ക് പറഞ്ഞില്ലേ ക്ലാസിക്. ഗൈസ് നമ്മളിപ്പോ ഫുഡ് കഴിച്ചിറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ ചിക്കൻ നല്ലായിരുന്നു. മീൻ കഴിച്ച ആൾക്കാരോട് ചോദിച്ചു നോക്കെ. മീൻ എങ്ങനെ ഉണ്ടായി? Not up to the mark, ഓ but okay. ഓക്കെ ഓക്കെ Okay. സാറ്റിസ്ഫൈഡ് അല്ല അമ്മ. ഞാനും കൊച്ചിക്കാരി സുനിക്ക് നീ എന്താ പറയാനുള്ളത് നോക്കാം. അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്നാ ഓക്കെ കുഴപ്പമില്ല. ഓക്കെ, ഇനി ഫുഡ് കഴിച്ച് ക്ഷീണിച്ചിരിക്കുന്ന വേറൊരാളോടാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ വാസ് ദി ഫുഡ്? എന്തോ അബദ്ധവശാലായി ഒരു മോക്ടെയിൽ മേടിച്ചതാ. അതോടെ ഞാൻ തീരുമാനിച്ചു അതെ, കടയിൽ വന്ന് ഇനി എന്തായാലും മോക്ടെയിൽ മേടിക്കാൻ പോകില്ല. എന്തൊക്കെയോ എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഹോസ്പിറ്റൽസിന്റെ എന്താണ് എന്ത് സാധനം അങ്ങനെ എന്തോ വരുന്നു. എന്താണ് ബ്യൂട്ടിഫുൾ റോസ്, സ്വീറ്റ് റോസോ സ്വീറ്റ് റോസ്, വൺ റോസ് എന്തോ പറഞ്ഞ് ഡ്രിങ്ക് ആയിന്ന്. ഇത്ര വെച്ചിട്ട സാധനം ഞാൻ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. ഞാൻ ഓർഡർ ചെയ്തത് റെക്കമെൻഡ്. എന്റെ ഇതേന്ന് എന്തോ പൈനാപ്പിൾ കൊലാഡ, കൊലാഡ. പിനിയ കൊലാഡ. അതും വളരെ നല്ലതായിരുന്നു. വായി വെക്കാൻ കൊള്ളായിരുന്നു. കുടിച്ചത് ഭാഗ്യവശാലായി അവർ ഒരു ഫ്രീ ആയിട്ട് വജിൻ മുയിത്തു തന്നെ. അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് എന്റെ വായ ശരിയാക്കി. ഓക്കെ, ഈ വ്ലോഗ് ഇത്രയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തൊരു വീഡിയോ കാണാം. ഗുഡ് ബൈ.